യൂട്യൂബർ മണവാളനെ ജയിലധികൃതർ ക്രൂരമായി ശാരീരികമായി അതിക്രമിക്കുകയും അനുവാദമില്ലാതെ മുടിയും താടിയും മുറിച്ചു കളയുകയും ചെയ്തതായി മാതാപിതാക്കൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണവാളൻ എന്നറിയപ്പെടുന്ന ഷഹീൻ ഷായെ വിയ്യൂർ ജയിലിൽ വെച്ച് അതിക്രൂരമായി ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. കയ്യും കാലും ബലമായി ചവിട്ടിപ്പിടിച്ച് മുടിയും താടിയും മുറിച്ചു കളഞ്ഞുവെന്നും നിക്സൺ എന്ന ജയിൽ ഉദ്യോഗസ്ഥനും കണ്ടാലറിയാവുന്ന 2 ഉദ്യോഗസ്ഥരും ചേർന്ന് വർഗീയ പരാമർശങ്ങൾ നടത്തിയാണ് മകനെ ആക്രമിച്ചതെന്ന് മണവാളന്റെ മാതാപിതാക്കളായ റായിഷയും നൌഷാദും ആരോപിച്ചു. അത് കണ്ട് ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശയും ട്രിം ചെയ്ത് മുറിച്ചു മാറ്റിയത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനെ. അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് 2 ആള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ അവന് കുഴഞ്ഞു വീണ് നോക്കുമ്പോ അവരെ വീണ്ടും അവനോടൊന്ന് കുത്തിപ്പിടിച്ചിട്ടാണ് പിന്നെ പെരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി മീശയൊക്കെ മുറിക്കുന്നത്. തലമുടി സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട മാസ്റ്റർ ബ്രാൻഡായി വളർത്തുന്നതാണ്. ജയിൽ ചട്ടപ്രകാരം ഇത്തരത്തിൽ റിമാൻഡ് പ്രതികളുടെ മുടി മുറിക്കാൻ വകുപ്പില്ലെന്നും ഇവർ പറഞ്ഞു. ജയിലിന് മുന്നിൽ റീൽസ് എടുത്തിട്ടില്ലെന്നും മറ്റാരോ എടുത്ത വീഡിയോ മാധ്യമങ്ങൾക്ക് നൽകുകയായിരുന്നുവെന്നും പിതാവ് നൌഷാദ് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ഒരാൾക്കും ഇത് അയച്ചു കൊടുത്തിട്ടില്ല, ഞാൻ പുറത്തു വിട്ടിട്ടില്ല. അതേസമയം തന്നെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ല, ഏതോ ഒരാൾ അവിടെ നിന്ന് എടുത്തു, ബാക്കിൽ നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയിൽ കാണാം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ആയിരിക്കാം, ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം. ഞാൻ എന്റെ മകൾക്ക് തൃശ്ശൂരിന് അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ എന്റെ ഗ്രൂപ്പിലിട്ടു. എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഭാര്യ മകനൊക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ട്, 6 ആളായിട്ടുള്ളൂ, ഫാമിലി ഗ്രൂപ്പ്. എന്റെ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞ് ഇക്കാർക്ക് ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, കണ്ടില്ല ജയിലിൽ പോകുമ്പോഴും ഒന്നിലിട്ടില്ല. ഏപ്രിൽ 19 നടന്ന സംഭവത്തിൽ കേസിൽ ആരോപിക്കും വിധമല്ല കാര്യങ്ങൾ നടന്നതെന്നും മകൻ മദ്യപിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളല്ല, മുടി മുറിച്ച ശേഷമാണ് മാനസിക ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചത്. ഇതോടെ ഷഹീൻ ഷായെ മാനസിക ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അസുഖമില്ലാത്തതിനാൽ മരുന്ന് നൽകുന്നില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതായും ഇവർ കൂട്ടിച്ചേർത്തു. വൈകുന്നേരം തന്നെ ഇവന്റെ മുടി മുറിക്കാനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. ഒരു തടവുകാരനാണ് മുടി മുറിക്കാൻ വന്നത്. ഇവന്റെ വിഷമവും ടെൻഷനും ഇതൊക്കെ കണ്ട ശേഷം ആ തടവുകാരൻ പറഞ്ഞു, ഓക്കെ നമുക്ക് സൂപ്രണ്ടിനോട് ചോദിച്ചിട്ട് ചെയ്താൽ പോലെ എന്ന് വെച്ചാൽ അയാള് മാറിയിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഇവനെ പിടിച്ചു വെച്ചിട്ട് ഇതാക്കിയിട്ടാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. എനിക്ക് അപേക്ഷ വെക്കാനുള്ള ടൈം തരണോ, എനിക്ക് സിനിമന്റെ ഷൂട്ടിംഗ് അടുത്ത മാസത്തേക്ക് ഞാൻ ഒന്നെടുത്താണ്, എന്റെ കല്യാണം എടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ, കാരണം അതൊരിക്കലും കട്ട് ചെയ്യാന്നാണ് കത്രിക കൊണ്ടാ പറഞ്ഞത്, ഇത് ട്രിമ്മർ കൊണ്ടാ വന്നിട്ടുള്ളത്. അപ്പൊ മുടി മുറിക്കുക എന്നുള്ള അവർ ഉദ്ദേശമാണെങ്കിൽ ആ മുടി മുറിച്ചോട്ടെ, പക്ഷെ ഈ ഇത്ര ഷോർട്ടാക്കിയിട്ട് ട്രിം ചെയ്ത് കളയാൻ ഒരാവശ്യം അവിടെ ഇല്ല. ജയിലിൽ നേരിട്ട മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ മുഖ്യമന്ത്രി, DGP, ജയിൽ DGP, മനുഷ്യാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയതായും ഹൈക്കോടതിയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയതായും മാതാപിതാക്കൾ വ്യക്തമാക്കി.